ഓരോ ദിവസവും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ, അങ്ങനെ ജീവിക്കുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അടിയൻ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് റോമർ 1-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. റോമറിനെ പറ്റി നമ്മൾ ലേഖനത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ റോമർ പൗലോസ് എഴുതിയതാണെന്ന് നമുക്കറിയാം. കൊരിന്തിൽ വെച്ചാണ്, തന്നെ 3-ാം മിഷണറി യാത്രയിലാണ് ഇത് എഴുതുന്നത്. റോമർ 1-ാം അധ്യായത്തിൽ പൗലോസ് ഉയർത്തി കാണിക്കുന്നത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. റോമിലെ ആൾക്കാരോട് സുവിശേഷം പറയാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. റോമിലെ അവസ്ഥ എന്തായിരുന്നു? വളരെ പരിതാപകരമായിരുന്നു. 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കാണാൻ പറ്റും. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങളെ, ദിവ്യത്വത്തെയൊക്കെ അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ തേജസ്സിനെതിരായി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യനാക്കി, പക്ഷിയാക്കി, ഇഴജാതിയാക്കി, അതിനോടൊക്കെ സാദൃശ്യമാക്കി അവർ തങ്ങളുടെ ഹൃദയങ്ങളെ ഇരുട്ടിനായി ഏൽപ്പിച്ചു കൊടുത്തു. പുരുഷനോടും സ്ത്രീയോടും. അതുമാത്രമല്ല, പിന്നെ ഒരു ലിസ്റ്റ് കാണാൻ കഴിയും. അസൂയ, കൊല, പിണക്കം, അങ്ങനെ ദുഷ്ടതയും അത്യാഗ്രഹ സകല അനീതിയും, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ദൈവദ്വേഷികൾ, അങ്ങനെ വലിയൊരു ലിസ്റ്റായിട്ടുള്ള ആൾക്കാർ, പാപത്തിൻ്റെ അവസ്ഥകളിൽ കൂടെ കടന്നുപോയ റോം, അന്നത്തെ ലോകം, ഈ ലോകം നഷ്ടപ്പെട്ടു പോയ മാനവജാതിയ ലോകത്തിനോട് പൗലോസ് ഉല്ലാസത്തിൻ്റെ ഘോഷമെന്ന പോലെ സുവിശേഷത്തിന് വേണ്ടി വിളിക്കുന്നതാണ് ഈ റോമർ എന്ന് പറയുന്ന ലേഖനം. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. പൗലോസ് ഒരു നാൾ സുവിശേഷത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദമസ്കോസിലുള്ള യാത്രയിൽ വെച്ച് കർത്താവ് അവനെ തൊട്ടു. തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ അവൻ അറിഞ്ഞു. ഹല്ലേലൂയ. അത് മുതൽ അവൻ്റെ വായിൽ നിന്ന് വരുന്നത് സുവിശേഷം മാത്രമാണ്. എന്താണ് സുവിശേഷം? ഗുഡ് ന്യൂസ്. ഒരാൾ വന്ന് ഓടി പറയുക, എനിക്ക് നിങ്ങളോടൊരു നല്ല വാർത്ത പറയാനുണ്ട്. ഈ നല്ല വാർത്ത വേറൊരു മനുഷ്യനല്ല പറയുന്നത്, ദൈവത്തിൽ നിന്നുള്ള നല്ല വാർത്തയാണിത്. ഹല്ലേലൂയ. എന്താണ് ആ നല്ല വാർത്ത? നമ്മളെല്ലാവരും പാപികളായിരുന്നു. നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ പാപ സ്വഭാവം ഉണ്ടായിരുന്നു. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നമ്മൾ തെറ്റ് ചെയ്തു. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഈ പാപം എന്ന് മറ്റുള്ളവർ ചോദിച്ചേക്കാം. ശരിക്കും ദൈവത്തിൻ്റെ ഒരു മാനദണ്ഡം, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരമുണ്ടായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി വെച്ചൊരു സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡമാണ്. ദൈവത്തിൻ്റെ ഹിതമുണ്ടായിരുന്നു. അതാണ് നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ സേവിക്കാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അതിനൊക്കെ എതിരായി നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, സകല മനുഷ്യരും പാപം ചെയ്ത് കൊള്ളരുതാത്തരായി തീർന്നു. ആരുമില്ല. ഒരു കോടതിയിൽ ദൈവം അവിടെ പറഞ്ഞു, ഓൾ ഈസ് ഫൗണ്ട് ഗിൽറ്റി. എല്ലാവരും കുറ്റബോധമുള്ളവരായി തീർന്നു. ആരുണ്ട് നമുക്ക് ഡിഫൻസ് ആയിട്ട്? അപ്പോഴാണ് സ്നേഹവാനായ ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. സകല മാനവജാതിയുടെയും പാപത്തെ മാത്രമല്ല, പാപത്തിൻ്റെ ശിക്ഷയെ ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്തിനാ? ഈ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ടാകാം, എന്നാൽ ആദ്യമായി കേൾക്കുന്നവരാകാം. നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി കർത്താവിനെ അയച്ചു. പാപത്തിൽ നിന്ന് ഉള്ള മോചനം അത് അത്ര ഈസിയല്ല. പക്ഷേ സുവിശേഷം ഹാസ് എ ഡൈനാമിക് പവർ. ദൈവശക്തിക്കായി രക്ഷയാകുന്ന സുവിശേഷം, ക്രിസ്തുവാണ് സുവിശേഷം, ദൈവശക്തിയാണ് ഇതിൻ്റെ ശക്തി. വിശ്വസിക്കുന്ന ഏവർക്കുമുള്ളതാണ് ഈ സുവിശേഷം. ഇത് നമുക്ക് വേണ്ടി ദൈവം അയച്ചു. ഇതിൽ വിശ്വസിക്കുമ്പോൾ പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ഓരോ ദിവസവും ദൈവം ആഗ്രഹിക്കുന്ന നീതീകരണത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. സുവിശേഷം ഒരിക്കലായി കേട്ടവരോട് നമ്മൾ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നും ഈ സുവിശേഷം നമ്മളോട് പ്രൊക്ലെയിം ചെയ്യണം. എന്നും ദൈവത്തിൻ്റെ നീതി നമ്മൾ ഓരോ ദിവസവും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, സന്തോഷത്തിൻ്റെ അനുഭവം. ഹല്ലേലൂയ. കർത്താവിന് ആഗ്രഹിക്കപ്പെട്ട പോലെ ജീവിക്കുമ്പോൾ നിത്യതയായി നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗത്തിലുള്ള നമ്മുടെ ഓഹരി പ്രാപിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ, ഓരോ ദിവസവും ഈ സുവിശേഷത്താൽ നമ്മളെ തന്നെ പുതുക്കപ്പെടുവാൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇനി പഴയ പോലെ അല്ല, പുതിയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി പ്രകാരം, ദൈവത്തിൻ്റെ നീതീകരണത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.